ശാന്തമ്പാറ പേത്തൊട്ടിയിൽ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി കാട്ടാനയുടെ വിളയാട്ടം. ചിത്രമെടുക്കാൻ ശ്രമിച്ച പ്രാദേശിക പത്രലേഖകനെ ആന ആക്രമിച്ചു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് മരത്തിൽ കയറിയാണ് ലേഖകൻ രക്ഷപ്പെട്ടത്. ഊണും ഉറക്കവുമില്ലാതെ കാട്ടാന ഭയത്തിൽ കഴിയുന്ന നാട്ടുകാർ ദിവസങ്ങളായി വനപാലകരെ വിവരമറിയിച്ചിട്ടും സ്ഥലത്തെത്താത്തതാണ് ഇവരെ പ്രകോപിതരാക്കിയത്. തുടർന്ന് നാട്ടുകാർ സ്ഥലത്തെത്തിയ വനപാലകരോട് പ്രതിഷേധം അറിയിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടെടുക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ നിരാഹാരം കിടക്കും. ഇതിനുള്ള തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഇവിടെ എഴുന്നേറ്റ് പോകത്തില്ല. കാരണം ഈ കിടക്കുന്ന ചുറ്റുപാടുള്ള ജനങ്ങൾ മൊത്തം ഇവിടെ ഉണ്ട്. ഈ ജനങ്ങളുടെ എല്ലാ ഈ ജീവനും സ്വത്തിനും പരിഹാരം ഈ ഡിപ്പാർട്ട്മെന്റ് കാണാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. കാരണം ഇവിടെ കിടക്കുന്ന മതികെട്ടാൻ തോന്നും എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് പൈസ കൊണ്ടുവന്ന് ഓരോന്ന് ഫെൻസിംഗ് ഇടാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി പേത്തൊട്ടി പ്രദേശത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിക്കുകയും തോട്ടങ്ങളിൽ വ്യാപകമായ നാശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. രാത്രിയിൽ ഭയന്ന് ഉറങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ 4-5 ദിവസമായിട്ട് ഭയങ്കര ശല്യം. ഒറ്റ മനുഷ്യർ ഇത് പകലിൽ വന്ന് തോട്ടത്തിൽ തയ്യകത്ത് നിൽക്കുന്നുണ്ട്, അണങ്ങാതെ നിൽക്കുന്നുണ്ട്. ഒരാൾ 2 ആൾ 3 പേര് പണിക്ക് പോകുന്നവർ ഭയങ്കര കഷ്ടം. ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഏരിയയിലൊക്കെ 5-5ാമത്തെ ദിവസം ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ലോക്കലിൽ വന്നിട്ട് ഇന്നലെ തൊട്ട് ഇവിടെ സംഭരിച്ചേക്കുവാണ്. ആൾക്കാർ ഒത്തിരി പേർ ഓടി പരിക്കോട്ട് ആശുപത്രി പോയേക്കുന്നവരുണ്ട്. ഇവിടെ വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല. ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യം. റോഡ് തടി വരെ നിരവധി ആൾക്കാർക്ക് പരിക്കേട്ടുണ്ട്. ആനശല്യം രൂക്ഷമായതോടെ 2 ദിവസമായി ഏലത്തോട്ടത്തിൽ ജോലി നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്തും വനപാലകർ ഇവിടേക്ക് എത്തിയിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം. സന്ദീപ് രാജാക്കാരനോടൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.